അപ്പോൾ ഇങ്ങനെ രണ്ടാം ദിവസത്തിൻ്റെ ഒരു സെക്കൻഡ് ഇന്നിങ്സിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമൊക്കെ ഒന്ന് കൂളായി റെസ്റ്റ് ചെയ്ത് അടുത്തൊരു പോയിന്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ തേക്കടി എന്ന് പറയുമ്പോൾ അടുത്തത് കുമളി തേക്കടി, അടുത്ത് പിന്നെ ഒരു ലേക്കിലോട്ട് പോവുക അല്ലെങ്കിൽ ബോട്ടിങ് ചെയ്യുക എന്നുള്ളതാണ് സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു റൂട്ട് ട്രാക്ക്. ആ ട്രാക്ക് നമ്മൾ മെല്ലെ നൈസായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ എൻട്രൻസിൽ നമ്മൾ ആ ബോർഡ് കണ്ടു, ടസ്കർ ട്രെയിൽ എന്നുള്ളത്. എന്താണ് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു സർപ്രൈസ് ഉണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കാഴ്ചകളിലൂടെ തന്നെ കാണാൻ പോകുന്ന പൂരത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്തായാലും അതിൽ തന്നെ ക്ലൂ ഉണ്ട്. പക്ഷേ ഞാൻ തുടങ്ങി വെക്കുന്നത് ഇതിലൂടെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടൊക്കെയാണ് നമ്മുടെ തറവാട് വീടുകളിലൊക്കെ ചെമ്പരത്തിയൊക്കെ ഭയങ്കര കാര്യമായിട്ട് കാണാറുള്ളത്. ഇപ്പം അത് മാറി കുറേയേറെ വരവ് ചെടികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ വരവേൽക്കുന്നത് തന്നെ ചെമ്പരത്തി കൊണ്ട് ഭയങ്കരമായിട്ടൊരു ആർക്കിലൂടെയാണ്, നമ്മളൊരു പാത്ത് വേയിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി, നാച്ചുറലി സെറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മെല്ലെ കയറി തുടങ്ങുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പോയിന്റിലോട്ട് ചൂസ് ചെയ്തതെന്നുള്ള എൻ്റെ കാരണം റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് നമ്മൾ കണ്ടു, ടസ്കർ ട്രയൽ എന്നുള്ളത്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. യെസ്, അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു പെർ ഹെഡ് 500 രൂപയാണ്, 500 ഏകദേശം വരുന്നത് നമ്മുടെ ഒരു റൈഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മെല്ലെ നമ്മൾ റൈഡിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിക്കാടൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പറഞ്ഞ ഒരു സർപ്രൈസ് എലമെന്റ് പോയിന്റിലോട്ട് എത്തി നിൽക്കുകയാണ്. എന്താ സംഭവം എന്നുള്ളത് ഓൾറെഡി ഒരു എൻട്രൻസിലെ ബോർഡിൽ നിങ്ങൾക്ക് കണ്ട് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും, ടസ്കർ ട്രയൽ എന്നുള്ളത് അല്ലേ, മറ്റൊന്നുമല്ല. ഇനി ഇതാ ആനസവാരിയാണ്. പൊതുവേ തൃശ്ശൂർക്കാർക്ക് അല്ലേ ആനത്തോടും ആനക്കമ്പവും ഒക്കെ ഉണ്ട്. നമ്മൾ പൂരത്തിനാണ് ആനപ്പുറത്ത് കയറിയിട്ടുള്ളത്. പക്ഷേ ഒരു സഞ്ചാരിയായിട്ട് ആനപ്പുറത്ത് കയറാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഫ്രെയിംസൊക്കെ കുറച്ചൊരു ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റുക എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മൾ ഗുരുവായൂരിൽ വരുന്നത്. നമുക്ക് ഗുരുവായൂർ ഏറ്റവും നല്ല അടുത്ത് തന്നെ നമുക്ക് ആനക്കോട്ടയുണ്ട്, കുറേ ആനകളെ കാണാൻ പറ്റും. പക്ഷെ ഇവരൊക്കെ ആനക്കോട്ടയിൽ പോയി കാണുക അല്ലെങ്കിൽ പൂരത്തിന് കാണുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ പലപ്പോഴും ഈ ആനപ്പുറത്ത് ഇരുന്ന് കാണുക എന്നുള്ളത് നമുക്ക് എപ്പോഴും അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് സാഫല്യമാകാൻ പറ്റുന്നൊരു സ്ഥലത്തിലേക്ക് കൂടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വേറെ എവിടെയല്ല, തേക്കടി കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഒന്നാമായി അവിടെ ടസ്കർ ട്രെയിലിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് ഇനി ആനപ്പുറത്തൊരു രാജകീയമായ യാത്രയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റ് പിള്ളേരിൽ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഈ പൂരത്തിനാണെങ്കിലും എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിനാണെന്നുണ്ടെങ്കിലും ആനയെ കാണുക, തൊട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണ് അവർക്ക്. പക്ഷെ അത് അവർക്ക് അവരുടെ ഒരു യാഥാർത്ഥ്യം, അവരുടെ ആഗ്രഹം ആനപ്പുറത്ത് കയറി പോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ പിള്ളേർ സെറ്റിനെ വിട്ടിട്ടുണ്ട്. ഏകദേശം ഒരേ സമയം 3 പേരെ വരെ പോകാമെന്നാണ്. പക്ഷേ പിള്ളേർ സെറ്റ് ആയതുകൊണ്ട് 4 പേരെ അവിടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആനസവാരി അവരിലൂടെ തുടങ്ങുകയാണ് നമ്മൾ. പിള്ളേർ വൈബടി ചെറിയൊരു പേടിയുണ്ട്, എന്നാൽ തന്നെ കുറച്ച് എവിടെയൊക്കെ അവർക്കൊരു ധൈര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്.
സോ ഫൈനലി നമുക്കുള്ള ഊഴാണ്, നമ്മുടെ ടേൺ ആണ്. സോ അടുത്തൊരു ആന വരുന്നതോടുകൂടി ഏകദേശം ഒരു 3 ആനയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ 3ഉം നമ്മുടെ ഒരു തിരക്ക് മൂലം പോയിരിക്കുകയാണ്, ട്രാക്കിലാണ്. സോ അടുത്തൊരു ടേൺ നമ്മുടെയാണ്. ആന വരുന്നതോടുകൂടി നമ്മൾ ഇനി മുതൽ ഇവിടെ അങ്ങോട്ട് കുറച്ചൊരു റോയൽ ട്രാക്ക്. സോ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെയർ കയറിയിട്ടാണ് ഇവിടെ എത്തുന്നത്. ആൻഡ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം കുറേ പേര് ആനയോടൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ പ്രിൻ്റ് എടുക്കാം സാധാരണ രീതിയിൽ പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം നമുക്ക് ടീഷർട്ടിലും അങ്ങനെ പ്രിൻ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു പോയിന്റ് കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്ന ഒരു ആംബിയൻസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. അത് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആനപ്പുറത്ത് കയറുക അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു സവാരി അതിനേക്കാൾ ഉപരി നമ്മൾ അവർ പോകുന്ന ഒരു പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു സവാരീനെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാം. ചങ്ങായിയാണ് നമ്മളെ ഇവിടെ നിന്ന് അങ്ങോട്ട്. കുറേ പേർക്കൊക്കെ ആനപ്പുറത്ത് കയറാനുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ പോലും ഒരു പേടിയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എവിടെയൊക്കെ ഒരു പേടിയുണ്ടാവും. അപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറ്റി കൂളാക്കി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് കയറ്റി വിടുന്ന ആൾ. നമ്മൾ പണ്ട് ഗഫൂർക്ക കയറ്റി വിട്ട പോലെ ദുബായ് കടപ്പുറത്ത് കയറ്റി വിട്ട പോലെ പുള്ളിയാണ് ഈ ദൂരത്തിലേക്കൊക്കെ കയറ്റി വിട്ടിട്ടുള്ളത്. പേരെങ്ങനെയായിരുന്നു? അപ്പു. സ്ഥലം ഇവിടെ തന്നെയാണോ? കോട്ടയാണ്. കോട്ടയംകാരാണ്. അപ്പോൾ കോട്ടയംകാരൻ അപ്പു ആണ് ഇവിടുത്തെ ഗഫൂർക്ക ദോസ്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററോളാണ് അല്ലേ ഉള്ളത്. 100 മീറ്ററാണ് ദൂരം ഉള്ളത്. 3 ആനകളാണുള്ളത്. ഏകദേശം 3 പേരാണ് സഞ്ചരിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പം ഞാനും ജിത്തു ബ്രോയും കൂടിയാണ് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് വേറെ കൂട്ടാളികളൊക്കെ നേരത്തെ ആനപ്പുറത്ത് കയറ്റി വിട്ടിട്ടുണ്ട് ആദ്യമേ തന്നെ ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് അല്ലേ ജിത്തു ബ്രോ ഒന്ന് ട്രയൽ അടിക്കാൻ പോവാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. യെസ്. സോ നമ്മളിവിടെ നിന്ന് തുടങ്ങുകയാണ് അല്ല ജിത്തു ബ്രോ? Here we go.
ഫൈനലി നമ്മൾ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം നമ്മളൊരു വൈബിന് വേണ്ടിയിട്ട് ഒരു പഞ്ചവാദ്യമൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വൈബ് പിടിച്ച് വരികയായിരുന്നു ആക്ച്വലി. ആൻഡ് നമുക്ക് ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു 300 മീറ്ററോളം ഉണ്ട്. ആൻഡ് ഫൈനൽ നമ്മളിവിടെ എത്തിയിരിക്കുകയായിരുന്നു. ആൻഡ് ഇത്രയും സമയം അല്ല ജിത്ത് ബ്രോ നമ്മളൊരു പൂരം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചമേളൊക്കെ പിടിച്ച് ഒരു മേളൊക്കെ പിടിച്ച ഒരു വൈഡിലാണ് ധ്യാനിച്ചുകൊണ്ട് ഇവിടെ എത്തിയത്. ആൻഡ് ഫൈനലി നമ്മുടെ പോയിന്റിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എന്തായാലും ആനപ്പുറത്ത് കയറാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് പോവാനുള്ള ഒരു രണ്ടും കൂടിയാണ്. ഓക്കെ ഇങ്ങനെ പിടിച്ചിറങ്ങട്ടെ. സിമ്പിൾ ആയിട്ട് ഇറങ്ങാം. ഒരു റൈഡാണ് നമുക്ക് തന്നത്. അപ്പോൾ എന്തായാലും യമുനാനെയായിരുന്നു. ആൻഡ് കട്ടയ്ക്ക് നമ്മുടെ 2 ചേട്ടന്മാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു താങ്ക്സ് നമുക്ക് കൊടുക്കാതെ വയ്യ. പുള്ളി കൈ നീട്ടിട്ട് കുറേ നേരം നിൽക്കുന്നു. നമ്മൾ ഇവിടെ ടസ്കർ ട്രയലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ പറഞ്ഞു ആനസവാരിയാണ്. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാം, ഫോട്ടോസ് ടീഷർട്ടിലൊക്കെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൗതുകം തോന്നിയ ഒരു പോയിന്റിലോട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ അവിടെ കയറി വരുമ്പോൾ നമ്മുടെ ഒപ്പമുള്ള ഷോദിൽ ബ്രോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഷോദിൻ്റെ അടുത്ത് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോഴാണ് പുള്ളിക്കാരൻ കയ്യിലുള്ള ഒരു പിക്ചർ കാണിച്ചു തരണേ. അത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ലൈവായിട്ട് നമുക്ക് ബർത്ത്ഡേ അതുപോലെ എന്തെങ്കിലും ഒരു സന്തോഷങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് അത്രയും സർപ്രൈസ് ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തരാറുണ്ട്, നമ്മുടെ ഫോട്ടോ വരച്ചത്. പക്ഷെ അത് അല്ലേ നമുക്കത് വേറെ ആൾ വരച്ചു നമുക്ക് ഗിഫ്റ്റായി കിട്ടുമ്പോഴൊരു സന്തോഷമാണ്. പക്ഷേ ലൈവായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് ഫോട്ടോ വരയ്ക്കുക അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റുക അറിയാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. സോ ആ സന്തോഷത്തിലേക്ക് ജോമോൻ ബ്രോയാണ് അടുത്ത ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്നത്. ആൻഡ് എനിക്ക് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഇത്രയും മനോഹരമായിട്ട് വരയ്ക്കാൻ ചാർജ് ചെയ്യുന്നത് ഒരു 150 രൂപ 150 റുപ്പിയും മാത്രമാണ് എന്നുള്ളതാണ്. ഇത്രയും കിടലായിട്ട്. അപ്പോൾ ഞാൻ ഷോദിൽ ബ്രോൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. പുള്ളിയുടെ സന്തോഷത്തിൽ കൃത്യമായിട്ട് അതേ ഇത്രയും മൈന്യൂട്ടായിട്ട് ആ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റി. ഇനി അപ്പോൾ ജോമോൻ ചേട്ടൻ്റെ സൗന്ദര്യം മുഴുവൻ ഫോട്ടോയിൽ വരുമോ എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ജോമോൻ ചേട്ടൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാത്തതാണ്. നമുക്ക് നോക്കാം. ഓക്കെ യാ നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ നമ്മൾ നേരത്തെ പറഞ്ഞൊരു 10 മിനിറ്റിലാണ് പിക്ചർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നേരമായിട്ട് അനങ്ങാതിരിക്കുകയാണ് ജോമോൻ ചേട്ടൻ. ആ ജോമോൻ ചേട്ടൻ അനങ്ങാതിരുന്നതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ?
നോക്കാം എല്ലാവരും അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് പറയാം. സോ നമ്മുടെ ഹരിലാലേട്ടനുണ്ട്. ഹരിലാലേട്ടനാണ് 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു മാജിക് കാണിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി. സോ ദാ ഫൈനലി നമ്മളത് കൈമാറാൻ പോവാണ്. എങ്ങനെ ഹാപ്പി? ഓക്കെ. എങ്ങനെയുണ്ട്? ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് കൂടിയോ കുറയോ? ഒരു കാരിക്കേച്ചർ സ്ട്രക്ചർ മൂഡിലുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വേറെ ആൾക്കെന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിനും സീറ്റിൽ ഇരുന്ന് കൊടുക്കുന്നത്. അറിയില്ല, ഇരുന്ന് കൊടുക്കാത്ത ഒരു കക്ഷിയാണ്. ഇന്ന് ഇരുത്തി കളഞ്ഞു കഴിയട്ടെ. ഓക്കെ. സോ നേരത്തെ ഇവരൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് എങ്ങനെയുണ്ടെന്ന് കാണുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ എനിക്ക് രണ്ടുപേരുടെ വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും സ്വാഭാവികമായിട്ട് തോന്നി എന്നാൽ പിന്നെ ഒന്ന് വരച്ച് നോക്കണം എന്നുള്ളത്. സോ അതിനുള്ളൊരു ഇതാണ്. കാരണം പലപ്പോഴും ഗിഫ്റ്റിലൂടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ വരച്ചെന്ന് ഫ്രണ്ട്സ് തന്നിട്ടുണ്ട്. പക്ഷെ അത് റിയലായിട്ട് നമ്മൾ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണെന്നുള്ളത് ഹരിലാലിൻ്റെ ആ ഒരു കഴിവിലൂടെ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇരുന്ന് കൊടുക്കാൻ പോവാണ്. റെഡി? ഓക്കെ.